നമസ്കാരം. +2 ഫിസിക്സിലെ മൂന്നാമത്തെ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, കറൻറ്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. ധാരാളം പേർ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ, A+ മാർക്ക് കിട്ടുമോ എന്നൊക്കെ. അവരോട് ടീച്ചർക്ക് പറയാനുള്ളത് ഇതാണ്: എത്ര പഠിച്ചാലും അധികമാവില്ല. എത്ര നിങ്ങൾക്ക് കഴിയാവുന്നതൊക്കെ പഠിക്കുക. ഈ വീഡിയോയിൽ ഉള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്, ഈ ഒരു ഭാഗം മുഴുവനായിട്ടും നിർബന്ധമായിട്ടും പഠിക്കുക. അതാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ മാത്രം ബേസ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം ഈ ഭാഗത്തു നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ഭാഗത്തുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എത്രയൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കുക. എത്ര പഠിച്ചാലും അതൊരിക്കലും അധികമാവില്ല. അപ്പോൾ കഴിയുന്നതെല്ലാം പഠിക്കുക. പക്ഷേ ഈ വീഡിയോയിൽ, ഈ ക്ലാസ്സുകളിൽ, റിവിഷൻ ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ നോട്ട് ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങളുടെ ആ ചാപ്റ്ററിൻ്റെ പഠനം പൂർണ്ണമാവും. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക്, വീഡിയോയിലുള്ളൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്താണോ അതും കൂടി പഠിച്ചു പോവുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നറിയാൻ ഉടനെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ് ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, അതിൻ്റെ സൊല്യൂഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതെന്ന്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായും നല്ല മാർക്ക് കിട്ടും. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓംസ് ലോ, ഇലക്ട്രിക്കൽ എനർജി, പവർ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, സെൽസ്, EMF, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, കിർച്ചോഫ്സ് റൂൾസ്, വീസ്റ്റൺസ് ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റർ. ധാരാളം സർക്യൂട്ട് ഡയഗ്രംസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ഡയഗ്രംസ് ഒക്കെ കൃത്യമായി വരച്ച് പഠിക്കണം. സർക്യൂട്ട് ഡയഗ്രാം ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും തോന്നും. പക്ഷേ അത് വരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. അതുകൊണ്ട് വരച്ച് തന്നെ പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓംസ് ലോ എന്താണെന്ന് നോക്കാം. ഇഫ് physical conditions like temperature, mechanical strain, etc. remains constant, the current flowing through a conductor is directly proportional to the potential difference between the two ends of the conductor. That is V equal to R into I. അല്ലെങ്കിൽ V proportional to I എന്ന് കൊടുക്കാം, V equal to R into I. ഇതാണ് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റാത്തവർ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം V equal to R into I അല്ലെങ്കിൽ V proportional to I നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൽ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, I കറൻറ്റ്, and R is the resistance of the conductor. Resistance means the obstruction offered by the material to the flow of current. കറൻറ്റിന് ആ മെറ്റീരിയൽ, കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഇലക്ട്രോൺസിന് കൊടുക്കുന്ന തടസ്സം, അതാണ് ഒബ്സ്ട്രക്ഷൻ, അതാണ് റെസിസ്റ്റൻസ്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഓം. Now resistance R is directly proportional to length, inversely proportional to area of cross section. So you'll get R proportional to L by A or R equal to rho L by A. Rho എന്ന് പറയുന്നത് constant of proportionality. It is called resistivity of the material. Okay. ആ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേം ഒന്ന് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക. റെസിസ്റ്റിവിറ്റിക്കുള്ളൊരു ഇക്വേഷൻ നമുക്കപ്പോൾ ഇതിൽ നിന്ന് കിട്ടും. റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L. അതിൽ നിന്ന് യു ക്യാൻ ഗെറ്റ് ആൻ ഇക്വേഷൻ, യൂണിറ്റ് ഫോർ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. ആ യൂണിറ്റും നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഇസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അത് ഓരോ മെറ്റീരിയലിനും മാറിക്കൊണ്ടിരിക്കും. ചേഞ്ചസ് ഫ്രം മെറ്റീരിയൽ ടു മെറ്റീരിയൽ.
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടെമ്പറേച്ചർ. അതോടൊപ്പം ഓർത്തിരിക്കേണ്ട മറ്റൊരു ടേമാണ് കറണ്ട് ഡെൻസിറ്റി. ഇറ്റ് ഈസ് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഡിനോട്ടഡ് ബൈ ജെ. സോ ജെ ഈക്വൽ ടു ഐ ബൈ എ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഓർത്തിരിക്കേണ്ട മറ്റൊന്ന് ജെ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് ഡെൻസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ്, കറണ്ട് ഡെൻസിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി. ഇ ഈക്വൽ ടു ജെ ഇൻറ്റു റോ. അതുപോലെ ജെ ഈക്വൽ ടു സിഗ്മ ഇ. Sigma is the conductivity of the material and it is equal to 1 by rho. Sigma എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ്, കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by rho. യൂണിറ്റ് ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിക്ക് 3 ഇക്വേഷൻസ് നമുക്കറിയാം. വി ഐ ടി, ഐ സ്ക്വയർ ആർ ടി, വി സ്ക്വയർ ബൈ ആർ ടി. പവർ ഇസ് വി ഐ സ്ക്വയർ ആർ, വി സ്ക്വയർ ബൈ ആർ. ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക, ഇലക്ട്രിക്കൽ എനർജിക്കും പവറിനുള്ള ഇക്വേഷൻസ്. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് ഓഫ് പവർ. വാട്ട് ഇസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് പവർ? എസ് ഐ യൂണിറ്റ് ഓഫ് പവർ വാട്ട്. ഇറ്റ് ഇസ് ആംപിയർ വോൾട്ട്. അതാണ് വാട്ട് എന്നറിയപ്പെടുന്നത്. അനദർ യൂണിറ്റ് ഇസ് ഹോഴ്സ് പവർ. 1 horse power equal to 746 watt. Then the commercial unit of electrical energy is kilowatt hour. 1 kilowatt hour equal to 3.6 into 10 raised to 6 joules. Much important point, electrical energy is transmitted at high voltages. അതായത് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് മറ്റ് പ്ലേസസിലേക്ക് ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിഷൻ നടക്കുന്നത് ഹൈ വോൾട്ടേജിലാണ്. ദിസ് ഇസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ വേസ്റ്റേജ് ഓഫ് പവർ ഓർ ടു റെഡ്യൂസ് ദ പവർ ഡിസിപ്പേറ്റഡ്. അതായത് പവർ ഡിസിപ്പേഷൻ അല്ലെങ്കിൽ പവർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിഷൻ ഹൈ വോൾട്ടേജിൽ നടക്കുന്നത്. അടുത്തത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് വിൽ കൺസിഡർ സീരീസ് കോമ്പിനേഷൻ. ഫിഗർ ശ്രദ്ധിക്കുക. 3 റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. സീരീസ് കോമ്പിനേഷനിൽ വി ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. ദെൻ വിക്ക് പകരം യൂസിങ് ഓംസ് ലോ ഐ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So you'll get R equivalent equal to R1 plus R2 plus R3. So sum of the resistors, equivalent resistance of the combination is sum of the resistors. ഈ കേസിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, സെയിം കറൻറ്റ് ഫ്ലോസ് ത്രൂ ഓൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് കോമ്പിനേഷൻ. എല്ലാ റെസിസ്റ്റേഴ്സിലൂടെയും ഒരേ കറൻ്റ് ആയിരിക്കും ഫ്ലോ ചെയ്യുക. അടുത്ത പാരലൽ കോമ്പിനേഷനാണ്. റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഫിഗർ ശ്രദ്ധിക്കുക. 3 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. കറൻറ്റ്, ടോട്ടൽ കറൻറ്റ് ഐ ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ദെൻ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് ഐക്ക് പകരം വി ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ വി ക്യാൻസൽസ്. ദെൻ 1 ബൈ ആർ ഇക്വാലൻറ്റ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. വി സെയിം ആയിരിക്കും ഓൾ റെസിസ്റ്റേഴ്സിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ. അതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. In parallel combination of resistors, the voltage or potential drop across all resistors are equal and it is equal to the voltage of the cell. അടുത്ത ടോപ്പിക്ക് EMF പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. EMF എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് മെഷേർഡ് വെൻ നോ കറൻറ്റ് ഇസ് ഡ്രോൺ ഫ്രം ദ സെൽ. സെല്ലിൽ നിന്ന് കറൻറ്റ് ഡ്രോ ചെയ്യാത്തപ്പോൾ മെഷർ ചെയ്യുന്നത്. അതായത് ഇറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് ദ സെൽ. It is independent of change in resistance in external circuit, depends on nature of electrolyte and electrode. ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് is measured when current is drawn from the cell. It is distributed all over the circuit. It changes if the resistance in external circuit changes and it depends on the nature of the components present in external circuit. അതായത് എക്സ്റ്റേണൽ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പോണൻസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ചേഞ്ച് വരും, പക്ഷേ EMFൽ ചേഞ്ച് വരില്ല. അപ്പോൾ ഈ ഡിഫറൻസ് EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്ത ടോപ്പിക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ആർ. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ് ഓഫ് ദ സെൽ ടു ദ ഫ്ലോ ഓഫ് കറൻറ്റ്. സെല്ലിലെ ഇലക്ട്രോലൈറ്റ് ആ കറൻറ്റിന് കൊടുക്കുന്ന ഒബ്സ്ട്രക്ഷൻ, അതാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നോക്കാം. ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്,
separation between the electrodes means larger the separation, larger the value of internal resistance. Electrodes തമ്മിലുള്ള separation കൂടുമ്പോൾ internal resistanceൻ്റെ value കൂടും. It also depends on common area of electrodes immersed in the electrolyte. Now, the relation connecting EMF, potential difference and internal resistance. രണ്ട് relation ഓർത്തിരിക്കാം. V equal to E minus IR, അതുപോലെ തന്നെ I equal to E by R plus R. അതിൽ V പൊട്ടൻഷ്യൽ ഡിഫറൻസ്, E EMF, I കറൻറ്റ്, സ്മോൾ r internal resistance and capital R the external resistance in the circuit. അടുത്തത് കിർച്ചോഫ്സ് റൂൾസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് റൂൾസ് ആണുള്ളത്. ഫസ്റ്റ് ലോ നോൺ ആസ് ജംഗ്ഷൻ റൂൾ. In a network of conductors, the sum of currents entering the junction is equal to the sum of currents leaving the junction. അതായത് ഒരു നെറ്റ്വർക്കിലെ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറൻറ്റുകളും ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറൻറ്റും ഈക്വൽ ആയിരിക്കും. ഇതാണ് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്നറിയപ്പെടുന്നത്. ഇനി കിർച്ചോഫ്സ് സെക്കൻഡ് ലോ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലൂപ്പ് റൂൾ, states that in a closed mesh of a circuit, the algebraic sum of product of currents and resistances equal to algebraic sum of EMFs in that mesh. അതായത് ഒരു ക്ലോസ് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ സം ഓഫ് പി ഡി ഈക്വൽ ടു സം ഓഫ് ഇ എം എഫ്. പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ സം ഓഫ് ഓൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഇ എം എഫ് എന്ന് എഴുതാം. അതായത് സിഗ്മ വി ഈക്വൽ ടു സിഗ്മ ഇ എന്ന് എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് കിർച്ചോഫ്സ് സെക്കൻഡ് ലോ ഓർ ലൂപ്പ് റൂൾ. അടുത്ത ടോപ്പിക്ക് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അതിൻ്റെ ഡയഗ്രാം നിർബന്ധമായിട്ട് വരച്ച് പഠിക്കുക. ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് 4 റെസിസ്റ്റേഴ്സ് and the condition for balance of Weiston's bridges R1 by R2 equal to R3 by R4. ഈ ഒരു ഡെറിവേഷനും പഠിച്ചിരിക്കണം. കണ്ടീഷൻ ഫോർ ബാലൻസ് ഡെറിവേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ദെൻ അൺനോൺ റെസിസ്റ്റൻസ് R4 ഈക്വൽ ടു R3 ഇൻറ്റു R2 by R1. ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോഴാണ് നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ് ചെയ്തു എന്ന് പറയാം. And the condition R1 by R2 equal to R3 by R4. This is also known as Weiston's principle. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, even if you interchange the position of galvanometer and the cell, the balance condition of the Weiston's bridge will not be changed. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വീസ്റ്റൺസ് ബ്രിഡ്ജിൽ സെല്ലിൻ്റെയോ ഗാൽവനോമീറ്ററിൻ്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, ദ ബാലൻസ് കണ്ടീഷൻ വിൽ നോട്ട് ബി ഡിസ്റ്റർബ്ഡ് ഈവൺ ഇഫ് യു ഇൻ്റർചേഞ്ച് ദ പൊസിഷൻ ഓഫ് ഗാൽവനോമീറ്റർ ആൻഡ് ദി സെൽ. സോ ദി ആംസ് എ സി ആൻഡ് ബി ഡി ആർ നോൺ ആസ് കോൺജുഗേറ്റ് ആംസ്. The practical application of Weiston's bridge is meter bridge. Weiston's bridgeൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് പഠിക്കണം നിർബന്ധമായിട്ടും. പ്രാക്ടിക്കലിലും തിയറിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മീറ്റർ ബ്രിഡ്ജ്. അതിൽ R and S are 2 resistors. S is the unknown resistance, R known resistance ആണ്. And the value of R equal to SL1 by 100 minus L1, where L1 is the ബാലൻസിങ് ലെങ്ത്. അത് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. അടുത്ത പൊട്ടൻഷ്യോമീറ്റർ ആണ്, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇഫ് എ സ്റ്റഡി കറണ്ട് ഇസ് പാസ് ത്രൂ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 points ഓഫ് ദ വയർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി വയർ. ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു L. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ളത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ്. എന്തിനൊക്കെയാണ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത്? 2 യൂസസ് ആണുള്ളത്. 1 to compare the EMFs of the given cells, 2 to find the internal resistance of the cell. നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ നോക്കാം. ടു കമ്പയർ ദി EMFs of 2 given cells. സർക്യൂട്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്യൂട്ട് ഡയഗ്രാം വരച്ച് പഠിക്കുക. And you get E1 by E2 equal to L1 by L2. Ratio of EMFs equal to ratio of balancing length. L1 and L2 are balancing length. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു EMF തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ദി EMF ഓഫ് ദി സെക്കൻഡ് സെൽ.
രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു ഫൈൻഡ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. ഇതും സർക്യൂട്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ച് പഠിക്കാം. ആൻഡ് യു ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു R ഇൻറ്റു L1/L2 മൈനസ് 1. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനും കൂടി അറിഞ്ഞിരിക്കണം. സർക്യൂട്ട് ഡയഗ്രാം ഡെറിവേഷനും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ r is the internal resistance, capital R is the external resistance. L1 is balancing length when key open, L2 balancing length when key is closed. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.